ലോഡ്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ 77ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണസിയെ നമ്മുടെ ദൈവന സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ റെജി ഓദ്രയാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ സൗദി അറേബ്യയിലുള്ള റിയാദിൽ നിന്നുമാണ് കടന്നിട്ടുള്ളത്. അവിടെയുള്ള എബനേസർ ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞാൻ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ദൈവന സൃഷ്ടിക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യവും പരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി സിജി, തന്റെ ഹസ്ബൻഡ് ഡെന്നീസ്, ഇന്ന് രാത്രിയിലെ ഓൺലൈനിൽ കൂടി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഫെലോഷിപ്പിന്റെ ഈ 77ാമത് മീറ്റിംഗില് എനിക്കും സംബന്ധിപ്പാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം എന്നെയും അനുവദിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് റജി എന്നാണ്. എൻ്റെ സ്വദേശം കേരളത്തിൽ തിരുവല്ല താലൂക്കില് ഓദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് സൗദി അറേബ്യയിൽ കടന്നു വന്നിട്ടാണ് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിപ്പാനും സ്നാനപ്പെടുവാനും ദൈവത്തിലേക്ക് കടന്നു വരുവാനും ഒക്കെ അവസരം ലഭിച്ചത്. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ദൈവം എനിക്ക് തന്നു. എൻ്റെ വൈഫിന്റെ പേര് മിനി എന്നാണ്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങള്. കർത്താവിന്റെ കൃപയിൽ അവരൊക്കെ വർദ്ധിച്ചു വരുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. 2024 നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാം 2024 പ്രവേശിച്ചത്. എന്നാൽ നാം പ്രതീക്ഷിച്ചതുപോലെയുള്ള നന്മയും വിടുതലും ഉയർച്ചയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന്റെ സൂക്ഷിപ്പും ദൈവത്തിന്റെ കരുതലും നമുക്കുണ്ടായിരുന്നു. അത് നിശ്ചയമായിട്ട് നമുക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയും. അല്ല എങ്കിൽ ഭൂമിയുടെ പരപ്പിൽ ഇത്രത്തോളം ആരോഗ്യത്തോടും ആയുസ്സോടും കൂടെ നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളില് പ്രാർത്ഥിക്കുന്നവരായിട്ട് ദൈവം പിന്നെയും നമ്മളെ മാറ്റുമാറാകട്ടെ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പ്രസംഗിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, പ്രസംഗിക്കുന്നവരെ ലോകം അറിയുന്നുമുണ്ട്, എന്നാൽ പ്രാർത്ഥിക്കുന്നവരെ സാധാരണ ആരും അറിയാറില്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം ദൈവം അറിയുന്നു, നമ്മുടെ അവസ്ഥ ദൈവം അറിയുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വേദഭാഗം വായിച്ചു തുടങ്ങാൻ പ്രിയപ്പെട്ടവരെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12ഉം 13ഉം വാക്യം ഞാൻ ഇന്ന് രാത്രി വായിപ്പാൻ താല്പര്യപ്പെടുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12ാമത്തെയും 13ാമത്തെയും വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിയരപ്പോലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. ദൈവമക്കളെ, ഈ വാക്യത്തില് ദൈവത്തിന്റെ വലിയ മനുഷ്യനായ പൗലോസ് ദൈവസഭയ്ക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ആ വ്യക്തിയുടെ പേര് എപ്പഫ്രാസ് എന്നാണ്. കൊലോസ്യയിലുള്ള ദൈവമക്കളോട് പറയാണ്, നിങ്ങളിൽ ഒരുത്തനാണ് അവന്. നിങ്ങളിൽ ഒരുത്തനാ, നിങ്ങളുടെ കൂടെ നടക്കുന്നവനാ, നിങ്ങളുടെ കൂടെ സഹകരിക്കുന്നവനാ. പക്ഷെ അവൻ ഒരു പോരാളിയാണ്. ഒരു പോരാളി എന്ന് മാത്രമല്ല, അവൻ ഒരു പ്രാർത്ഥന പോരാളിയാണ്. ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ച്, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. അപ്പം ദൈവത്തിന്റെ വലിയ മനുഷ്യനായ പൗലോസ് പറയുന്നത്,
പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. ശത്രുവിന്റെ മേല് ജയിച്ചു കയറുന്ന, അവനെ തോൽപ്പിക്കുന്ന, അവന്റെ കേന്ദ്രത്തിലേക്ക് ചെല്ലുന്ന, അവന്റെ ഉദ്ദേശങ്ങൾ നശിപ്പിക്കുന്ന ഒരു പോരാട്ടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതുവരെ ആരെങ്കിലും പ്രാർത്ഥിച്ച് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരും പ്രാർത്ഥിച്ച് ക്ഷീണിക്കണ്ട. പ്രാർത്ഥനയിൽ പിന്നെ ശക്തമായി പോരാടി മുന്നോട്ട് പോകുവാൻ ഈ വാക്കുകള് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. ഞാനൊരു സംഭവം ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ബർമ്മ എന്ന് പറയുന്ന രാജ്യത്ത് ഐരാവതി എന്ന് പറയുന്ന ഒരു ബുദ്ധമത ക്ഷേത്രം ഉണ്ടായിരുന്നു. ഒരു ഐരാവതി എന്ന് പറയുന്ന നദിയുടെ തീരത്ത് ഒരു ബുദ്ധമത ക്ഷേത്രം ഉണ്ടായിരുന്നു. ഒരിക്കല് ആ ക്ഷേത്രത്തിലെ മണി ചങ്ങലയിൽ നിന്ന് പൊട്ടി ആ ഐരാവതി നദിയിലേക്ക് വീണു. പഴയ കാലം അവരൊക്കെ ശ്രമിച്ചിട്ട് ആ മണി മുകളിലേക്ക് ഉയർത്തുവാനായിട്ട് കഴിഞ്ഞില്ല. വളരെ ഭാരമുള്ള ഓടുകൊണ്ടുണ്ടാക്കിയ ഒരു മണി, അത് ഉയർത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഗ്രാമവാസികളായ ചില ആൾക്കാര് അതിന്റെ അധികാരികളോട് പറഞ്ഞു, കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നാൽ, കുറച്ച് ദിവസം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതിന്റെ അധികാരികൾ അവരെ അതിന് ചുമതലപ്പെടുത്തി. എന്നാൽ ഈ നാട്ടുകാരായ ഈ മനുഷ്യർ ചെയ്ത കാര്യം ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. അവര് കാട്ടിലേക്ക് കടന്നുപോയിട്ട് മുളകളെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഓരോരുത്തരായിട്ട് വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് ഈ ചള്ളിയിൽ പൂണ്ട് കിടക്കുന്ന ഈ മണിയോട് ചേർത്ത് വെച്ച് കെട്ടും. ഒരു മുള കെട്ടി, 2 കെട്ടി, 3 കെട്ടി, 5 കെട്ടി, 10 കെട്ടി, ഒരനക്കവുമില്ല. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുളകൾ വലിയൊരു കൂട്ടമായി തീർന്നപ്പോൾ ആ ആഴത്തിലേക്ക് താണുപോയ ആ മണി മുകളിലേക്ക് പൊങ്ങി വരുവാൻ തുടങ്ങി. അങ്ങനെ വലിയ ബുദ്ധിയില്ലാത്ത, സംവിധാനങ്ങളൊന്നുമില്ലാത്ത ആ ഗ്രാമീണരായ ആൾക്കാര് ആ ഉദ്യമത്തിൽ വിജയിച്ചു എന്ന് എനിക്ക് വായിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരൊക്കെ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു ദിവസം ഇത് പൊങ്ങി വരും. ഒരു ദിവസം ഇതിന്മേ ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും നിരാശപ്പെട്ടു പോകുവാന് ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം, അതിന്റെ മറുപടി നിങ്ങളുടെ കയ്യിൽ തന്നെ ദൈവം തരുവാനിടയാകും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ എപ്പഫ്രാസിനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുക. നമുക്കറിയാം, പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അനേകം ആൾക്കാരെ ദൈവസഭയ്ക്ക് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിൽ കൂടെ, തന്റെ ലേഖനങ്ങളിൽ കൂടെ അനേകം ആൾക്കാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ശ്രദ്ധയിൽപ്പെട്ട ഒരു അധ്യായമാണ് റോമാലേഖനത്തിന്റെ അവസാന അധ്യായം, 16-ാം അധ്യായം. എനിക്ക് തോന്നുന്നു ഈ റോമാലേഖനം 16-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരെ പൗലോസ് പരിചയപ്പെടുത്തുന്നത്. ആ ഒറ്റ അധ്യായത്തിൽ തന്നെ 30ഓളം പേരെ പൗലോസ് പരിചയപ്പെടുത്തുന്നുണ്ട്. 30ഓളം പേരെ. എന്നാൽ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 പേരുണ്ട്. ഞാനൊന്ന് വായിപ്പാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 3-4 വാക്യം ഒന്ന് ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുയേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവിനെയും വന്ദനം ചെയ്യുവീൻ. അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്തു വെച്ചു കൊടുത്തവരാകുന്നു. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, ഈ പ്രിസ്കയും അക്വിലാവും അവരെ ദൈവസഭയ്ക്ക് പൗലോസ് പരിചയപ്പെടുത്തുക. അവരെ കുറിച്ച് പറയാണ്, അവരാരായിരുന്നു അറിയാം? എന്റെ കൂട്ടുവേലക്കാരാണ്, എന്റെ കൂടെ കർത്താവിന്റെ വേല ചെയ്യുന്നവരാ. പക്ഷെ അവരുണ്ടല്ലോ, ചില സമയത്ത് എന്റെ പ്രാണന് വേണ്ടി
തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാ. ദൈവക്കളെന്ന് ഓർത്ത് നോക്കിയേ, ഈ അക്വിലാവും പ്രിസ്കയും പലപ്പോഴും തങ്ങളുടെ കഴുത്ത് പൗലോസിന് പകരമായി വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ താല്പര്യം മുഴുവനും ഞങ്ങൾ നശിച്ചാലും വേണ്ടിയല്ല, ശുശ്രൂഷയിൽ പൗലോസ് നിൽക്കണം. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, പൗലോസിന്റെ ശുശ്രൂഷ വിജയിക്കാൻ കാരണമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്വസ്നേഹികളല്ലാത്ത കുറച്ചുപേര് ഉണ്ടായതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, പൗലോസിന്റെ പ്രാണന് വേണ്ടി ചിലർ നിൽക്കുമ്പോൾ, അവനെ ഒടുക്കുവാൻ നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്ന പ്രിസ്കയെയും അക്വിലാവിനെയും നമുക്ക് കാണാൻ പറ്റും. അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങളെ അങ്ങ് എടുത്താലും വേണ്ടിയല്ല, പൗലോസ് ജീവിക്കണം. ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നതിനെക്കാട്ടി പ്രയോജനം അങ്ങക്ക് പൗലോസ് ജീവിക്കുന്നതാണ്. ഞങ്ങൾ ശുശ്രൂഷിക്കുന്നതിനെക്കാട്ടിലും നല്ലത് പൗലോസ് ശുശ്രൂഷിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രസംഗത്തെക്കാൾ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകുന്നത് പൗലോസിന്റെ ശുശ്രൂഷയും പൗലോസിന്റെ പ്രസംഗവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ തങ്ങളുടെ ജീവന് വലിയ വില കൽപ്പിക്കാതെ പൗലോസിന് വേണ്ടി ജീവിക്കുന്ന രണ്ടുപേരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? ആരില്ലാതായാലും കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടാണ് ദൈവസഭ വളരാത്തത്? ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭ വളർന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള പ്രിയപ്പെട്ടവര് അന്നത്തെ സഭയിലെ അംഗമായതുകൊണ്ടാണ് ആ സഭ അന്ന് അങ്ങനെ വളർന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നീട് പൗലോസ് താഴോട്ട് വരുമ്പോൾ ഒരാളുടെ പേരൂടെ പറയുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ, കർത്താവിൽ പ്രസിദ്ധനായ ഒരാൾ തീർന്നു, രൂഫസ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് രൂഫസ് പ്രസിദ്ധനായത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശിമോൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കുറേനേക്കാരൻ മനുഷ്യന്റെ ആ മക്കളാണ്, സന്തതിയാണ് രൂഫസ് എന്ന് പറയുന്നത്. എന്നാൽ പിന്നത്തേതിൽ ആ മക്കളൊക്കെ പ്രസിദ്ധരാകുവാനിടയായി തീർന്നു. പക്ഷെ അവന്റെ അമ്മയെ കുറിച്ച് പറയുന്നത് അറിയോ? അവന്റെ അമ്മ എന്റെ അമ്മയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിരാശി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവസഭ എങ്ങനെയാ വളരുന്നത്? സ്വന്തം പ്രാണനെക്കാട്ടിലും മറ്റുള്ളവരെ ശുശ്രൂഷയും പ്രാണനും വിലയേറിയതായി എണ്ണി തങ്ങള് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനോഭാവത്തോടെ ജീവിച്ച കുറച്ചു പേര് ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. രൂഫസിന്റെ അമ്മ രൂഫസ് മാത്രമല്ല തന്റെ മകനെന്ന് കരുതിയത്. ഈ പൗലോസൻ തന്റെ മകനായിട്ട് അംഗീകരിച്ച് കരുതി പോറ്റി പുലർത്തി. അതുകൊണ്ടാണ് പൗലോസ് ഇത്രയും ശോഭിപ്പാനിടയായി തീർന്നത്. നിരാശ എന്നെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ, ത്യാഗത്തിന് തയ്യാറാകുന്ന എത്ര പേരുണ്ട്? ശുശ്രൂഷയ്ക്ക് തയ്യാറാകുന്ന ഒത്തിരി എത്ര പേരുണ്ട്? അല്പം പുറകോട്ട് നിന്നിട്ട് മുന്നോട്ട് കയറ്റി വിടുവാൻ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? നമുക്കറിയാലോ. പ്രൈസ് ദി ലോർഡ്. ഞാനോ കുറയണം അവനോ വളരണമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറച്ചു പേരേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഒരാളാകുവാൻ നമുക്ക് ദൈവമിടയാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, ഈ എപ്പപ്രാസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവനൊരു പ്രാർത്ഥന പോരാളിയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ പ്രസംഗിക്കുന്നവരെ അവരെപ്പോഴും സ്റ്റേജിലാണ്, അവരെപ്പോഴും ഓട്ടത്തിലാണ്, അവരെപ്പോഴും ഫ്ലക്സിലുണ്ട്, അവരെപ്പോഴും ബാനറിലുണ്ട്, അവരുടെ പേരിങ്ങനെ ലൈവാണ്, അവരുടെ ഫോട്ടോ ലൈവാണ്. നിരാശ ഞാൻ ചോദിക്കട്ടെ, മലയാളത്തിൽ പ്രസംഗിക്കുന്ന 10 പ്രസംഗങ്ങളുടെ പേരെഴുതുവാൻ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ആവശ്യപ്പെട്ടാൽ
എനിക്കറിയാം, ഞാൻ ഉദ്ദേശിക്കുന്ന 5 പേരെങ്കിലും നിങ്ങളുടെ ലിസ്റ്റിൽ കാണും. ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും കേരളത്തിൽ മലയാളത്തിൽ പ്രസംഗിക്കുന്ന 10 പ്രസംഗകരുടെ പേരെഴുതാൻ പറഞ്ഞാൽ എന്റെ കണക്കൂട്ടലും തെറ്റുകയില്ല, നിങ്ങളുടെ കണക്കൂട്ടലും തെറ്റുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നന്നായി പ്രാർത്ഥിക്കുന്ന 10 പേരുടെ പേരെഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേരെഴുതും? ഞാൻ 100% സത്യമായിട്ട് പറയട്ടെ, സ്വർഗം കണ്ടിരിക്കുന്ന ആ 10 പേരുടെ പേര് നമ്മുടെ ലിസ്റ്റിൽ കാണാൻ ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. പ്രസംഗകരെ എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം, ലോകത്തിനും അറിയാം. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ അറിയത്തില്ല. ഇവിടെ ഇതാ പ്രാർത്ഥിക്കുന്ന ഒരുത്തനെ ദൈവസഭയ്ക്ക് പൗലോസ് പരിചയപ്പെടുത്തുക. ഞാൻ പറഞ്ഞല്ലോ, 100 പേരെയോളം പരിചയപ്പെടുത്തിയ മനുഷ്യൻ ഇതാ ഒരു പ്രാർത്ഥന പോരാളിയെ പരിചയപ്പെടുത്തുക. അവന്റെ പേര് എപ്പപ്രാസ് എന്ന. ഇവിടെ പറയാണ്, കൊലോസ്യരെ, അവൻ നിങ്ങൾക്ക് വേണ്ടി പോരാടുക. 13ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോണം. നിങ്ങൾക്കും ലവോദിക്കാർക്കും ഹിയരപ്പോലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, അവൻ സാക്ഷ്യം പറയാ, പൗലോസ് സാക്ഷ്യം പറയാ. പ്രയാസപ്പെടുക. എന്തോ പ്രയാസപ്പെടുന്നത്? ഹിയരപ്പോലിക്കാർക്കും ലവോദിക്കാർക്കും കൊലോസർക്കും വേണ്ടി പ്രയാസപ്പെടുക. പ്രാർത്ഥന എന്ന് പറയുന്ന പ്രയാസമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയാമോ, പ്രസംഗത്തെക്കാട്ടിൽ എത്രയോ മടങ്ങ് പ്രയാസമുള്ള കാര്യമാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു പോരാട്ടമാണ്, ജീവൻ മരണ പോരാട്ടം. നമുക്കറിയാം, എല്ലാവർക്കും ഒന്നും പ്രാർത്ഥനയിൽ വിശ്വാസമൊന്നുമില്ല. എല്ലാവർക്കും ഒന്നും പ്രാർത്ഥനയിൽ വിശ്വാസമില്ല. നമുക്കറിയാം, യോനയുടെ കാലത്ത് ഒരു കപ്പൽ ഛേദം വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യോനയ്ക്കും കൂട്ടർക്കും യാത്ര ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആകുന്നത് നോക്കി കപ്പൽ മുന്നോട്ട് യാത്ര ചെയ്യിക്കുവാൻ, പക്ഷെ പറ്റിയില്ല. അവരെല്ലാം കൂടെ തീരുമാനിച്ചു, പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പോഴാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടും ഒരു മറുപടി ഇല്ലാതിരുന്നപ്പോൾ അവരിങ്ങനെ തപ്പി നടക്കുക, വെപ്രാളപ്പെട്ട് നടക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അടിത്തട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത്. ആ ദൈവദാസനാണ്. ദൈവദാസനെ വിളിച്ചുണർത്തിയിട്ട് പറയാണ്, നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിര്. അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, ഒരു പക്ഷേ നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുമായിരിക്കും. ഉറപ്പൊന്നുമില്ല, ഒരു പക്ഷേ. ഇന്ന് രാത്രി നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ഒന്നുമില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിച്ചതുപോലെ പറയട്ടെ, മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ, ഇന്നുവരെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് വെച്ച് ഇന്ന് രാത്രിയിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ വായിച്ചിട്ടില്ലേ, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും, നിശ്ചയമായി വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ വനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ നമ്മളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ അവധിയിലാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി ആ അവധി തീരുന്ന രാത്രി ആയിരിക്കും. ഏതായാലും ഞാൻ ഒരു കാര്യം പറയാം, 2024 കഠിനതയുമായിട്ട്, ആ ഭാരവുമായിട്ട് പുതിയ വർഷത്തിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കത്തില്ല. ഒരു വിടുതലോട്, ഒരു അനുഗ്രഹത്തോട്, ഒരു ആശ്വാസത്തോട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്കിടയാകും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കട്ടെ. അതേ ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാണ്.
അവധി തീരുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ചിലരോട് പറഞ്ഞ അവധി തീരുകയാണ്. ഇന്നുകൊണ്ട് അത് അവസാനിക്കുകയാണ്. നാളെ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന പകലാണ്. നമുക്ക് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, 100 അത്ഭുതങ്ങൾ കണ്ട് വന്നിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആർക്കും മടുപ്പ് തോന്നണ്ട. നമുക്ക് പോരാടാം. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണം. എപ്പപ്രാസ് പ്രാർത്ഥിക്കുക ഒരു നാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, പല നാട്ടുകാർക്ക് വേണ്ടി. പലരെ തന്നെ അറിയാത്ത, തന്നെ ബഹുമാനിക്കാത്ത, തന്നെ കരുതാത്ത പലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അവർക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യനാണ് എപ്പപ്രാസ്. നമുക്കറിയാലോ, ദാൻ മുതൽ ബേർഷേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്ന ശമൂവേൽ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാൻ യഹോവയോട് പാപം ചെയ്യുകയാണ്. ദൈവമക്കൾ ഓർത്തു നോക്കിയേ, ഇങ്ങനെ വല്ല ബോധവും നമുക്ക് വന്നിട്ടുണ്ടോ ഇതുവരെ? ഞാൻ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നതിന് തുല്യമാണെന്ന ബോധ്യം നമുക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഈ ദിവസങ്ങൾ ആ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം എന്നെ ജീവനോട് വെച്ചിരിക്കുന്നത്, ആയുസ് തന്നത്, ആരോഗ്യം തന്നത്, ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നത് അനേകർക്ക് വേണ്ടി ഇടുങ്ങി നിൽക്കുവാനാണ്, പ്രാർത്ഥിക്കുവാനാണ്. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ജനം അനേകരെ ചത്തുകൊണ്ടിരിക്കുന്ന, പട്ടുപോക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ശമൂവേൽ പ്രവാചകൻ ആ പ്രസ്താവന നടത്തിയത്. ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങൾ നശിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി നീ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ശമൂവേൽ പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, ആപത്തുകൾ കൂടി വരുന്നൊരു കാലം, അനർത്ഥങ്ങൾ കൂടി വരുന്നൊരു കാലം. പ്രാർത്ഥിച്ച ദൈവദാസി ഓർപ്പിച്ചതുപോലെ അനേകരും വണ്ടിക്കടി കയറുകയാണ്. അനേക പ്രൈസലോസോട്ടം, ആ വല്ലാത്ത മരണങ്ങൾ സംഭവിക്കുകയാണ്. ഈ ദിവസങ്ങൾ എല്ലാ ദിവസത്തെക്കാളും എല്ലാ കാലത്തെക്കാളും അപ്പുറമായിട്ട് ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണ്. ദൈവമക്കളെ, ഈ ഭാഗം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അനേക ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ആ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. 3 നേരവും പ്രാർത്ഥിക്കുന്നവര്, ദാനിയേലിനെ പോലുള്ള ദൈവമനുഷ്യര് ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രശ്നം വന്നാലും, വിരോധമായി എന്ത് കൽപ്പനയുണ്ടായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രീതിക്ക് മുടക്കം വരാത്തവരായിരുന്നു. നമുക്കറിയാമല്ലോ, ദാനിയേലിന് വിരോധമായി സംഘം കൂടി അവന് വിരോധമായി രാജകൽപ്പന ഇറക്കിയിട്ട് 1 മാസത്തേക്ക് പ്രാർത്ഥിക്കുവാൻ പാടില്ല, രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പന ഉണ്ടാക്കിയപ്പോഴും ദാനിയേൽ തന്റെ പ്രാർത്ഥന നിർത്തിയില്ലെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ആ പോരാട്ടത്തിൽ ദൈവം ദാനിയേലിന്റെ പക്ഷത്തു നിന്ന് ദാനിയേലിന്റെ വിടുതല് കൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥിച്ചത് നിമിത്തം സിംഹത്തിന്റെ മടിയിലേക്ക് എറിയപ്പെടേണ്ടി വന്ന ആളാണ് ദാനിയേല്. അവൻ തന്നെ ചെയ്ത കുറ്റം എത്രയേ ഉള്ളൂ? ജീവനുള്ള ദൈവത്തോട്, ഇസ്രായേലിന്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു എന്നതാണ് അവന്റെ കുറ്റം. അവന്റെ മാളികയുടെ കിളിവാതിൽ യെരൂശലേമിനെ നേരെ തുറന്നിട്ടിട്ട് താൻ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതാണ് അവൻ ചെയ്ത തെറ്റ്. എന്നാൽ നമുക്കറിയാമല്ലോ, രാജാവിന്റെ കോപം മൂത്ത സിംഹക്കുടിയിൽ വീഴേണ്ടി വന്നെങ്കിലും പിറ്റേ ദിവസം രാവിലെ രാജാവ് സിംഹത്തിന്റെ മടിയിൽ വന്നിട്ട് ദാനിയേലിനെ വിളിക്കുന്ന വാക്കുകൾ നമുക്കറിയാം. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ എന്നാ വിളിക്കുന്നത്.
കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, ഏത് കാലത്തെക്കാട്ടിലും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട കാലമാണ് ഈ കാലം. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു ദൈവദാസനെ ഇന്ന് രാത്രി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് മറ്റാരുമല്ല, ദൈവത്തിന്റെ വലിയ പ്രവാചകനായിരുന്ന ഏലിയാവിന്റെ ശിഷ്യൻ ഏലിശയെ കുറിച്ചാണ്. ഏലിശയെ കുറിച്ച് പറയുമ്പോൾ മറ്റ് സാധാരണപ്പെട്ടവർ ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ട ഒരു ദൈവദാസനാണ് ഏലിശ. നമുക്കറിയാം, ദൈവം ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ എടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഏലിയാവിന്റെ പുറകെ പോയി അനുഗ്രഹം മേടിച്ച ആളാണ് ഏലിശ. നമുക്കറിയാം, അനുഗ്രഹം, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് ചോദിച്ചപ്പോൾ താൻ ആവശ്യപ്പെട്ട കാര്യം, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ദൈവമേ, ഈ മനുഷ്യൻ എന്തിനാണ് ഈ ഇരട്ടി വേണമെന്ന് പറഞ്ഞത്? ഏലിയാവിന്റെ മേലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ പങ്ക് അത്രയും ഉണ്ടെങ്കിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യാം, എന്തെല്ലാം വീര്യപ്രവൃത്തികൾ ചെയ്യാം. നമ്മൾ അറിയുന്ന പോലെ കർമ്മേലിൽ 850 പ്രവാചകന്മാരോട് എതിരിടാൻ താൻ ഒറ്റയ്ക്ക് മതി. അത്ര ആത്മശക്തിയാണ്, അത്ര ഉറപ്പും ധൈര്യമുള്ളവനാണ്. അതുമാത്രമല്ല, അന്നത്തെ യാഗത്തിന് തീയിറങ്ങേണ്ടത് മാനുഷികമായ നിലയിൽ കത്തിക്കുന്നതല്ല, തടാകം പോലെ ഉണ്ടാക്കിയ സ്ഥലത്ത് വെള്ളത്തിനകത്ത് നിൽക്കുന്ന യാഗപീഠത്തിന്മേൽ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് തീയിറക്കണം. ഒരു പ്രയാസവും ഇല്ലായിരുന്നു. നിരാശ ദൈവമക്കൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ അത്രയും അത്ഭുതം ചെയ്ത ആ മനുഷ്യന്റെ മേലുണ്ട ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഇദ്ദേഹം ഒരു അത്യാഗ്രഹിയാണോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഏലിശയുടെ കാലഘട്ടത്തിൽ വന്ന് സംഭവിച്ച സംഭവങ്ങൾ നോക്കുമ്പോൾ ഈ മനുഷ്യൻ അത്യാഗ്രഹമല്ല കാണിച്ചത്. ഏലിയാവിന്റെ ഇരട്ടി ദൈവം ഉണ്ടെങ്കിൽ ഏലിശയുടെ കാലത്ത് ജീവിക്കാൻ പറ്റൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ചെറുപ്പത്തിലുള്ളതിനെക്കാട്ടി പ്രയാസമാണ് ആത്മീകത്തിൽ ഇന്ന് നിൽക്കാൻ, ദൈവകൃപയിൽ ഇന്ന് നിൽക്കാൻ. അതിനെക്കാട്ടി ബുദ്ധിമുട്ടുള്ള കാലമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏലിശ ആഗ്രഹിച്ചതുപോലെ നമുക്കും ആഗ്രഹിക്കാം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ മേൽ ഉണ്ടായിരുന്ന ആ അഭിഷേകത്തിന്റെ ആത്മശക്തിയുടെ ദൈവകൃപയുടെ അളവിനെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഏലിശയുടെ ശുശ്രൂഷാകാലത്ത് പരിചയപ്പെട്ട ഒരു കുടുംബമാണ് ശൂനേംകാരത്തിയുടെ കുടുംബം. അത് രാജാക്കന്മാർ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. തന്റെ ശുശ്രൂഷാകാലത്ത് പരിചയപ്പെട്ട ഒരു കുടുംബം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. നമുക്കറിയാമല്ലോ, വഴിയേ കൂടെ നടന്നു പോയതാണ്. ഏലിശയും ശിഷ്യന്മാരും വഴിയേ കൂടെ പോയതാ. ശൂനേംകാരത്ത് വിളിച്ചു വീട്ടിൽ കയറ്റി, ആഹാരം കൊടുത്തു, പ്രാർത്ഥിപ്പിച്ചിട്ട് വിട്ടു. പിന്നെയും അതുവഴി കൂടെ പോകുമ്പോ അവിടെ കയറും, വിശ്രമിക്കും, ഭക്ഷണം കഴിക്കും, സമാധാനത്തോട് പിരിയും. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഭർത്താവിനെ നിർബന്ധിച്ച് അവിടെ ഒരു പ്രത്യേക റൂം ഉണ്ടാക്കിയിട്ട് ആ റൂമിനകത്തൊരു കട്ടിലും
ഒരു മേശയും ഒരു കസേരയും ഒരു നിലവിളക്കും ഒക്കെ സംവിധാനം ഉണ്ടാക്കിയിട്ട് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ ഓർത്തു നോക്കുക, എന്നെ ശ്രദ്ധിക്കുന്ന പല പാസ്റ്റർമാരുമുണ്ട്, പല വിശ്വാസികളുമുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, പാസ്റ്ററിനോട് സ്നേഹം കൂടിയിട്ട് റൂം വെച്ച് തന്നെ എത്ര വിശ്വാസികളുണ്ട്? വിശ്വാസികളോട് ചോദിക്കട്ടെ, പാസ്റ്ററിനോട് സ്നേഹം കാണിച്ചിട്ട് കൂടിയിട്ട് ഒരു വീട് വെച്ചു കൊടുത്ത എത്ര പേരുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര അടുപ്പമുള്ളൊരു കുടുംബം. നമുക്കറിയാലോ, ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിച്ച് അവിടെ വിശ്രമിച്ചിരിക്കുമ്പോൾ ഏലിശ തന്റെ ശിഷ്യനോട് ചെന്ന് പറഞ്ഞു, നീ ശൂനേംകാരത്തോട് ചെന്ന് ചോദിയിര, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ രാജാവിനോടോ ഇവിടുത്തെ സർവ്വ സൈന്യാധിപനോടോ നിന്റെ കാര്യം പറയാം, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ശൂനേംകാരത്തി മറുപടി പറഞ്ഞെന്താണെന്നറിയാവോ? ഞങ്ങൾക്കിപ്പോ ഒരാവശ്യവും ഇല്ല, ഞങ്ങൾ സ്വജനത്തിന്റെ ഇടയിൽ പാർക്കുന്നു എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ശൂനേംകാരത്തി ഓൾറെഡി പണക്കാരിയാണ്, ധനം ഇഷ്ടം പോലുള്ളവരാണ്, വയലുകള് തോട്ടങ്ങൾ ഉള്ളവരാണ്, ആടുമാടുകൾ ഇഷ്ടം പോലുണ്ട്. താമസിക്കുന്നതോ അവള് പറഞ്ഞ ഇങ്ങനെയാണ്, ഞങ്ങൾ സ്വജനത്തിന്റെ ഇടയിൽ പാർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും ഞങ്ങളുടെ ബന്ധക്കാരും സ്വന്തക്കാരുമാ. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ, അവള് പറയാണ്, ആരെ വിളിച്ചാലും ഓടി വരും. അപ്പുറത്തെ വീടും ഇപ്പുറത്തെ വീടും പുറയിലത്തെ വീടും എല്ലാം ഞങ്ങളുടെ വീടുകൾ തന്നെയാ. ഇഷ്ടം പോലെ പണവുമുണ്ട്, ഒരു കുറവില്ലെന്ന് പറഞ്ഞു, ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. നിരാശ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതു വലിയ വീടാണെങ്കിലും എത്ര വീടിന്റെ സൗകര്യത്തിൽ നടുക്ക് ജീവിച്ചാലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു വിഷയം പിന്നെയും പ്രാർത്ഥന ബാക്കി നിൽക്കുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ സുഖമായിരിക്കുന്നെന്ന് നിങ്ങൾ എന്നോട് പറയുകയോ ഞാൻ നിങ്ങളോട് പറയുകയോ ചെയ്താലും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനാ വിഷയമായിട്ടാണ് ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ നാം അറ്റൻഡ് ചെയ്യുന്നത്. ശൂനേംകാരത്തി പറഞ്ഞു ഒന്നും വേണ്ട, പക്ഷേ ബാല്യക്കാരൻ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് ആന്റി പറഞ്ഞെങ്കിലും ഈ വീട്ടിൽ ഇതുവരെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ സുഖമായിരിക്കുന്നു പറഞ്ഞാലും നിങ്ങൾ സുഖമായിരിക്കുന്നു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും നമ്മളെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനാ വിഷയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാണും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ വിഷയത്തിനും മറുപടി തരുവാൻ എന്റെ ദൈവം ഇന്ന് രാത്രി ശക്തനാണ്. ഏലിശ ശൂനേംകാരത്തിയോട് എന്ന് പറയാൻ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് അവളോട് എന്ന് പറയാൻ പറഞ്ഞു. ദൈവമക്കളെ, ഈ ശിഷ്യൻ അതുപോലെ എന്ന് പറഞ്ഞു. ഉടനെ ഓടി വന്നിട്ട് കതവിന് മറിഞ്ഞു നിന്നിട്ട് ഏലിശയോട് പറയുന്ന ഒരു പറച്ചിലുണ്ട്, യജമാനനെ അടിയനോട് ഫോഷ്ക്ക് പറയരുത് എന്നാണ് അവള് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ഇതുവരെ നല്ല യജമാനൻ, നല്ല മനുഷ്യൻ, നല്ല പാസ്റ്റർ എന്ന് പറഞ്ഞ ആ ആന്റി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ വീട്ടിൽ നിന്ന് ആ വീട്ടുകാരി മുഖത്ത് നോക്കി പറയാണ്, 5-ാം അധ്യായത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ, അടിയനോട് ഫോഷ്ക്ക് പറയരുതെന്ന്. എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നീ നേരും ചൊവ്വായിട്ടൊക്കെ പറഞ്ഞു, ചെയ്തതൊക്കെ നിന്നെ ഇഷ്ടമാണ്, അങ്ങക്ക് ഞങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ പറയുന്ന കള്ളമാണ്, ഫോഷ്ക്കാണ് പറഞ്ഞത്. നിരാശ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ദൈവിക ദൂത മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവള് പറയാണ് ഫോഷ്ക്കാണ് പറയുന്നത്. നമുക്ക് ചോദിക്കാം, ശൂന്യംകാരത്തി ആന്റി എന്തുകൊണ്ട് ആന്റി അങ്ങനെ പറഞ്ഞത്? അവൾക്ക് മറുപടി പറയാൻ കാണും.
ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ വർഷങ്ങളിലായിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. ഈ ദൂത് ഒരു 25 വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാനിത് വിശ്വസിച്ചേനെ. പക്ഷെ ഒത്തിരി താമസിച്ചു പോയി. എന്റെ ഭർത്താവ് വൃദ്ധനാണ്, ഞാനും വൃദ്ധനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ദൈവത്തിന്റെ ആലോചന കേട്ടത്തിൽ ഇനിയും നടക്കുകയില്ലെന്ന് വെച്ച് മാറ്റിവെച്ച ചില വിഷയത്തിന് മേല് ദൈവം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ പോവുകയാണ്. എന്നെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ ദൈവിക ദൂത് ഏറ്റെടുത്തുകൊള്ളുക. നമുക്കാണ് താമസിച്ചെന്ന് തോന്നുന്നത്, ദൈവത്തിന് താമസിച്ചിട്ടില്ല. ദൈവത്തിന് ഇത് തക്ക സമയമാണ്. പ്രിയപ്പെട്ടവരെ, ശൂന്യൻകാരത്തിയോട് പറയാണ്, നിനക്ക് അടുത്ത വർഷമാകുമ്പോൾ ഒരു മാന ഉണ്ടാകും. നമുക്കറിയാമല്ലോ, അവൾ ആദ്യം അവിശ്വസിച്ചെങ്കിലും പ്രാർത്ഥിച്ച് ആ ദൈവദാസൻ ആ വീട്ടിൽ അങ്ങനെ വരുത്തുവാനിടയായി തീർന്നു. നമുക്കറിയാം, കുറച്ചു നാൾ കഴിഞ്ഞു, ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞു വളർന്നു മാത്രമല്ല, കുഞ്ഞു വളർന്നപ്പോൾ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യഥാ മാതാ തഥാ പുത്രി എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെയാണോ അതുപോലാണ് മോള്, അപ്പൻ എങ്ങനെയാണോ അതുപോലാണ് മോന്. അപ്പൻ പ്രായമായി, വയസ്സനായി, ഇപ്പോഴും വയലിലാണ്, ഇപ്പോഴും തോട്ടത്തിലാ, ഇപ്പോഴും കാശിന്റെ പുറകെയാ. മോനും അപ്പന്റെ പുറകെ പോയി തോട്ടത്തിലേക്ക്. നമുക്കറിയാം, വയലിലേക്ക് പോയി. വയലിൽ ചെന്നപ്പോഴാണ് അവൻ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, തലവേദന എടുത്തു. അപ്പനോട് പറഞ്ഞു. അപ്പൻ ആളെ കൂട്ടി അമ്മയുടെ അടുത്ത് വിട്ടു. അമ്മ മടിയിലൊക്കെ കയറ്റി ഇരുത്തി, തലയൊക്കെ തിരുമ്പി കൊടുത്തു. മോനോട് പറഞ്ഞു കാണും, മോൻ അധികം വെയിൽ കൊള്ളാത്തതല്ലേ, ഇന്ന് വെയിൽ കൊണ്ടതുകൊണ്ടായിരിക്കും മോന്റെ തലവേദന, ഇപ്പം മാറുമെന്നൊക്കെ പറഞ്ഞു. ദൈവമക്കളെ, അമ്മ തുരുമിയിട്ടും അമ്മ പ്രാർത്ഥിച്ചിട്ടും ഉച്ചയായപ്പോഴത്തേനും മടിയിലിരുന്ന് മോൻ മരിച്ചു. നമുക്കറിയാം, മോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു വീട്ടിൽ സംഭവിക്കുന്നത് പോലെയല്ല ആ വീട്ടിൽ സംഭവിച്ചത്. സാധാരണയാണെങ്കിൽ ഒരു മരണം നടന്നാൽ അവിടെ ബഹളമാണ്, നാട്ടുകാർ വരും, വീട്ടുകാർ ഓടിക്കൂടും, ആകപ്പാടെ ബഹളം. എന്നാൽ അവൾ അങ്ങനെ ചെയ്തില്ല. നമുക്കറിയാമല്ലോ, അവിടെ വലിയ വീടാണ്, ഒത്തിരി റൂമുണ്ട്. പക്ഷേ ചത്ത കൊച്ചിനെ കിടത്താൻ പറ്റിയ റൂം ആ വീട്ടിലുണ്ടായിരുന്നു. ഏത് റൂമാണ് നമുക്കറിയാം. ദൈവദാസനു വേണ്ടി അവൾ പണിയിച്ച ആ വീട്, ആ പണിയിച്ച കട്ടിലെ കൊണ്ട് കിടത്തി, കഥ കടച്ചു. എന്നിട്ട് വയലിലേക്ക് പോയിട്ട് തന്റെ ഭർത്താവിനോട് പറയാണ്, എനിക്കൊരു വാഹനം വേണം. അവൻ ചോദിച്ചെന്തിനാണ്? എനിക്ക് കർമ്മേലി പോണം. ഭർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം 5-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്, എങ്കിലും ഞാനൊന്ന് എടുത്തു പറയാണ്. ഭർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് അമാവാസിയല്ല, ഇന്ന് ഹാലൊടിയ പൗർണമാസിയല്ല, ഇന്ന് ശബത്തല്ല, പിന്നെ നീ എന്തിനാണ് കർമ്മേലി പോകുന്നതെന്നാ ചോദിച്ചത്. അതിന്റെ പച്ച മലയാളം ഇതാണ്, ഇന്ന് ആരാധനയൊന്നും നടക്കുന്ന ദിവസമല്ലല്ലോ, പിന്നെന്തിനാ നീ പള്ളിയിൽ പോകുന്ന എന്തിനാണ് ചോദിച്ചത്. അവള് തന്റെ ഭർത്താവിനോട് പറഞ്ഞ മറുപടി ഉണ്ട്, സാരമില്ല, കുഴപ്പമില്ല, ശരിയായിരിക്കാം, ഇന്ന് വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ആരാധന നടക്കുന്ന ദിവസമല്ലായിരിക്കാം, എന്നാലും എനിക്ക് കർമ്മേലിൽ ദൈവപുരുഷന്റെ അടുത്തൊന്ന് പോണം. നമുക്കറിയാമല്ലോ അവിടെ പോക്ക്. അവള് പോയി. അവള് പോകുന്ന പോക്കിൽ കയറ്റം കയറി വരുന്നത് ആ ദൈവ മനുഷ്യൻ കണ്ടു. ഏലിശ അടുത്തുന്ന ബാല്യക്കാരനെ പറഞ്ഞു വിട്ടു, നീ ഓടി ചെന്നിട്ട് ശൂനേംകാരത്തി എതിരേക്ക്, എന്നിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. ആന്റി സുഖമാണോ? അങ്കിള് സുഖമാണോ? എന്നിട്ട് 3-ാമത്തെ ചോദ്യമുണ്ട്, മോൻ സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചു. നമുക്കറിയാം മറുപടി എന്താന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എനിക്കും സുഖമാണ്, എന്റെ ഭർത്താവിന് സുഖമാണ്, എന്റെ മോന് സുഖമാണ്. ദൈവക്കൾ ഓർത്ത് വയ്ക്കേ,
എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊച്ചു ചത്ത് ഒന്ന് കുളിപ്പിക്കുക പോലും ചെയ്യാതെ, ഭർത്താവിനെ പോലും അറിയിക്കാതെ, പ്രാർത്ഥനയ്ക്കൊന്നും പറഞ്ഞു വന്നിട്ട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖമാണെന്ന് പറയാം. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, കർമ്മേലി വന്നപ്പോ ദൈവപുരുഷനെ കണ്ടു. താഴെ ചില മിനിറ്റിന് മുമ്പ് താഴെ വെച്ച് കയറ്റം കയറി വരുന്ന ആന്റിയുടെ രൂപവും ഭാവവും അല്ല അവിടെ. ദൈവപുരുഷനെ കണ്ടപ്പോഴേ കാലി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ശൂന്യംകാരത്തി പല കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം, വഴി കാണുന്നവനോടല്ല നിന്റെ സങ്കടം പറയേണ്ടത്. നിന്റെ സങ്കടം ദൈവസന്നിധി വരുമ്പോഴാണ് നീ പറയേണ്ടത്. നമ്മൾ നേരെ തിരിച്ചാ. വഴി കാണുന്നവനോട് മുഴുവൻ നമ്മുടെ പരാതിയും പറയും, സങ്കടവും പറയും. ദൈവസന്നിധി വന്നിട്ട് നമ്മൾ വായും പൂട്ടി ഇരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ശൂന്യംകാരത്തി നമ്മളോട് പറയുന്നത് എന്താ അറിയോ? വഴി വെച്ച് നിന്നോട് ചോദിച്ചല്ലോ സുഖമാണോ? സുഖമാണെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സങ്കടം ബോധിപ്പിക്കേണ്ടവന്റെ അടുത്ത് അവിടെ വേണം സങ്കടം ബോധിപ്പിക്കാൻ. നാട്ടുകാരുടെ മുമ്പിലല്ല നാം കൈ നീട്ടേണ്ടത്. കരയേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല, ദൈവസന്നിധിയിൽ. 118 സങ്കീർത്തനത്തിലുണ്ടല്ലോ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടി നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടി നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. മനുഷ്യനോട് സങ്കടം പറയാൻ പോയാൽ, പരാതി ബോധിപ്പിക്കാൻ പോയാൽ അതിനെ സമയം കാണും പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവസന്നിധിയിലാണെങ്കിൽ നിശ്ചയമായും അതിനെല്ലാം മറുപടിയുണ്ട്. മക്കളെ, നമുക്കറിയാമല്ലോ, ശൂന്യംകാരത്തി ആ ട്രിപ്പ് പോയിട്ട് ദൈവദാസനെയും കൊണ്ടാണ് തന്റെ വീട്ടിൽ വന്നത്. ഇനിയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാം, തനിക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തു കിടന്നപ്പോൾ തനിക്കൊരു കാര്യം പിടികിട്ടി. താൻ വിശ്രമിച്ചുകൊണ്ടിരുന്ന കട്ടിലിൽ ഇപ്പോൾ ഒരു ശവശരീരം കിടക്കുകയാണ്. ദൈവമക്കളെ, അത് കണ്ടിട്ട് സ്വോത്രം പറഞ്ഞിട്ട് ശൂന്യംകാരത്തെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി പോരുകല്ലായിരുന്നു ആ പ്രവാചകൻ ചെയ്തത്. നമുക്കറിയാം, ആ കൊച്ചു മരിച്ചിട്ട് മണിക്കൂറുകളായി. തീർച്ചയായിട്ടും ശരീരത്തെ ചൂടൊക്കെ പോയി കാണും. ഈ മനുഷ്യൻ, പ്രായമായ മനുഷ്യൻ, ആ ശവശരീരത്തിൽ കയറി കിടന്നിട്ട് തന്റെ ചൂട് ആ ശരീരത്തിൽ വരുത്തി. അനേക പ്രാവശ്യം കയറി കിടന്നു. എന്നിട്ട് ആ പ്രായമായ മനുഷ്യൻ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇരിപ്പുറയ്ക്കാത്ത നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാൻ വിചാരിക്കുക, എന്നെ പോലുള്ള പാർഷന്മാരായിരുന്നെങ്കിൽ ആ വീട്ടിൽ ചെന്നിട്ട് ആ ആന്റിയെ ആശ്വസിപ്പിച്ച്, ആന്റി, പ്രായമായപ്പോൾ ഒരു മകനെ തന്നില്ലേ, ഇത്രയും വളർത്താൻ അവസരം ദൈവം തന്നല്ലോ, ഇനി എത്ര നാൾ ആന്റി കാണും? ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോരുമായിരുന്നു. പക്ഷേ ആ ദൈവമനുഷ്യൻ അങ്ങനെ വിട്ടിട്ട് പോരാൻ തയ്യാറായില്ല. ഇന്നൊരാഴ്ച എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുമ്പോൾ, ആവശ്യം അറിയുമ്പോൾ ഇരിപ്പുറയ്ക്കാത്തവരെ പോലെ ആ മനുഷ്യൻ ആ അടച്ചിട്ട റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെ ഇരിപ്പുറയ്ക്കാത്ത എത്ര പേരുണ്ട്? ഇന്നരാത്രി ഞാൻ പറയട്ടെ, സങ്കടത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ, ദുഃഖത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ, പ്രാർത്ഥന വിഷയം കേൾക്കുമ്പോൾ, കൂട്ടുസഹോദരന്മാർ കഷ്ടത അനുഭവിക്കുമ്പോൾ, കാണാത്തവരെ പോലെ, കേൾക്കാത്തവരെ പോലെ പലപ്പോഴും നമ്മളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഏലീശയോട് ചോദിച്ചാൽ പറയും, ദൈവീക വാഗ്ദത്ത പ്രകാരം ദൈവത്തിന്റെ സമയമായപ്പോൾ ജനിച്ചതാണ് അവന്.
അവനെ അങ്ങനെ വിട്ടിട്ട് പോരുവാൻ ഞാൻ തയ്യാറല്ല. മരണത്തിന് അവനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പ്രാർത്ഥിച്ച് തിരിച്ചു മേടിച്ചു കൊടുത്തു വന്നിട്ട് നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. നിരാശ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുക. ആ റൂമിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ കാണാൻ പറ്റും. ഒരു കൊച്ചിന്റെ ജീവൻ തിരിച്ചു കിട്ടുവാൻ, ഒരു വീട്ടിലെ സങ്കടം മാറ്റിക്കൊടുക്കുവാൻ പ്രയാസപ്പെടുന്ന ഒരു പ്രാർത്ഥനക്കാരനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ദിവസങ്ങൾ എപ്പപ്രാസിനെ പോലെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഒന്ന് പ്രയാസപ്പെടുവാൻ തയ്യാറാകാൻ പ്രിയപ്പെട്ടവരെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുക. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ഏലിയാവിന് ശേഷം ആ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആളുടെ പേര് ഏലിശ എന്നാണ്. ഏലിശയ്ക്ക് ശേഷം ഏലിശയുടെ സ്ഥാനത്ത് നിന്ന് ആരെ ശുശ്രൂഷ ചെയ്തെന്ന് വേദപുസ്തകത്തിൽ ഇല്ല. എന്നാൽ ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ഏലിശയ്ക്ക് ശേഷം ആ ശുശ്രൂഷ ചെയ്തത് ശൂനേംകാരിത്തിയുടെ മകനായിരിക്കും. ഇന്നൊരാഴ്ച ഞാൻ പറയട്ടെ, അപകടത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കഷ്ടത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് ഇതുവരെ കൊണ്ടുവന്നത് പിന്മാറിപ്പോകുവാനല്ല. ഇന്നൊരാഴ്ച ഞാൻ ചില ദൈവദാസന്മാരോട് പറയട്ടെ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിയുന്ന അനുഭവങ്ങൾ, എങ്ങൂന്നും ഒരു അംഗീകാരമില്ല, ഒരു സപ്പോർട്ടുമില്ല, ഒരു നല്ല വാക്ക് പോലും കേൾക്കുന്നില്ല. എത്രയാണ് മുന്നോട്ട് പോകുന്നത് എന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്തട്ടെ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ദൈവസന്നിധിയിൽ ഇടുങ്ങി നിൽക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ സ്തുതിക്കും ദൈവം വ്യത്യാസം വരുത്തും. യോബിനെ നമുക്കറിയാം. എങ്ങനെയാണ് യോബ് രക്ഷപ്പെട്ടത്? യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി യാഗം കഴിച്ചു, ദൈവസന്നിധിയിൽ ഇടുങ്ങി നിന്നു. യോബിന്റെ മുഖത്തെ ദൈവം കടാക്ഷിച്ച് തന്റെ കൂട്ടുകാരോട് ദൈവം സഹതപിച്ചു. അപ്പോൾ തന്നെ യോബിന്റെ സ്തുതിക്കും ദൈവം വ്യത്യാസം വരുത്തി. ഈ ദിവസങ്ങൾ പ്രാർത്ഥനക്കാരായി നമുക്ക് മാറാൻ പ്രിയപ്പെട്ടവരെ. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സൗദി അറേബ്യയിലുള്ള പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് ഈ വാക്കുകളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.